ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കുറച്ച് മീൻ പിടിക്കാൻ വന്നേക്കാണ്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയാണ് വന്നേക്കുന്നത്. ഒരാൾ സ്റ്റിക്കിട്ട് കൂരി പിടിക്കും, പിന്നെ നമ്മൾ ഉടക്കവല എടുത്തിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ എപ്പോഴത്തെയും പരിപാടി കഴിച്ചുണ്ട. അതിൽ കുറച്ച് പള്ളത്തിയും ചെമ്മീനൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതേ ഇവിടെ നേരെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിട്ട് വെക്കാം. പിന്നെ കായലിന് ക്രോസായിട്ട് ഉടക്കവലയിട്ട് വെക്കാം. പിന്നെ നമുക്ക് സ്റ്റിക്കും അടിക്കാം. എന്താ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു സൈഡ് ഒരു മരത്തേൽ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ കമ്പൊന്നും കൊടുത്തില്ല. എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കാം. നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ പള്ളത്തിനെയും കോർത്ത് ചെമ്മീനും കോർത്തിട്ടേക്കാം. നമ്മൾ ഒരു ചെമ്മീനും ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞ് ഇനി നമുക്കിത് ഈ വല കൂടി നീട്ടാം. വല നീട്ടിയിട്ട് നമ്മൾ കായലിൻ്റെ നടുക്ക് തന്നെ നിന്ന് കൂരിനെയും പിടിക്കും. ചൂണ്ടയിൽ കഴിച്ചുകൊണ്ടേലും. യെസ്, ഇവിടെ ചെമ്പല്ലി ഉണ്ടോ? ചെമ്പല്ലി ഉണ്ട്. രാമനെ പിടിച്ചിട്ട് വള്ളത്തെ വരാൻ പറ. മലയും ചൂണ്ട എല്ലാം ഉണ്ട്. ഏതെങ്കിലും മീൻ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മുടെ വല ഇട്ട് കഴിയാറായി. നമുക്കല്ലേ ലാസ്റ്റ് കുട്ടി. ഗൈസ്, ഒരു മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക്. കൂരി ഓ ഗൈസ്, അവിടെ ഇട്ടു. ഈ വെള്ളത്തിലൊക്കെ കാല കുത്തില്ല. നമ്മുടെ ഇവിടുത്തെ വലിയ കായലെന്ന് പറഞ്ഞില്ലേ, ആ കായലാണ്. വ്യൂ നോക്കിയാൽ നിങ്ങൾ. വൈകുന്നേരം ആയതാ. ഇതാ കാണുന്നതാണ് തൈക്കാട്ടുശ്ശേരി പാലം. കായലില് വലക്കാരൊക്കെ ഉണ്ട്, കുറെ ഇഷ്ടം പോലെ വലക്കാരുണ്ട്. പാലത്തെ കൂടി ബസ്സും കാറും സാധനവും എല്ലാം പോകുന്നൊക്കെ ഇവിടെ നിന്ന് കാണാം. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ തൈക്കാട്ടുശ്ശേരി പാലവും. അവിടെ വലയിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നിടാം. ഇവിടെ നിൽക്കാം. നമ്മൾ വള്ളം നടുക്കിട്ടിട്ട് ഇവിടെ നിന്നിട്ട് കൂരിനെ പിടിക്കാൻ പോകണം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വല മറ്റേ ചൂണ്ടയും പൊക്കി നോക്കാം. നമുക്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഇത്രയും വലിയ സീനറി കണ്ടിട്ട് പിന്നെ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കണം. നമുക്കിങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ടേ നോക്കാം. കായലിൽ നന്നായിട്ട് ഓളം വരുന്നുണ്ട്. നമ്മൾ 3 പേരും കൂടി ചെറിയ വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അത് കാരണം ഞങ്ങൾ സൈഡിലോട്ട് പോവുക. സൈഡിൽ നിന്നിട്ട് ഇടാൻ കുരി കാണാവാ. ചെറിയ കുരിയാണിത്. അതിന് നമ്മൾ വിടുകയാണ് ഗൈസ്. ജീവിച്ച് പോകട്ടെ. നമ്മൾ വലയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇരുട്ടി. നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷിലാണ് സാധനം എടുക്കുന്നത്. നമുക്കിതിലെന്തെങ്കിലും ഉണ്ടാകും നോക്കാം. വലിച്ചിട്ടിരിക്കുന്നു. നമുക്കൊരു കൂരി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അത് സൈഡിലേക്ക് ഇട്ടേക്കാം. അവസാനം വീട്ടിൽ ഒക്കെ എടുത്ത് കാണിക്കാമല്ലോ. പൈസ നമുക്കിതേ ഒരു ലച്ചിൽ പല തീരാറായിട്ടുണ്ട്. നമുക്ക് ആ 2 മീൻ മാത്രമാണ് കിട്ടിയത്. ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് വെച്ച ആ വെട്ട് ചൂണ്ടയാണ്. ആ വെട്ട് ചൂണ്ടയിൽ നമ്മളെന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഒരു കൂരിയും ഒരു ഇലച്ചിലാണ് കിട്ടിയേക്കണം. നമ്മളിതേ വെട്ട് ചൂണ്ട എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെട്ട് ചൂണ്ടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ അത് മുഞ്ചി.
അതിലില്ലേ? ഇല്ല ഇല്ലേ? പോടാ, നീ വെറുതെ നീ ഓർത്തായിരുന്നു എല്ലാത്തിലും. തീറ്റയില്ലടാ അതിലൊന്നും. ഇല്ല. അത് എന്നെ എടുത്തോണ്ട് പോകണ്ട. അത് കാട്ടി പോകും. വണ്ടി നോക്കി തീറ്റ ഇപ്പം എത്തണം പോകണം. അപ്പം 2 ചൂണ്ടയിൽ തീറ്റയില്ല. കൊതുകുകളി കണ്ടതും ഒന്നുമില്ല. അപ്പം നമുക്ക് ചൂണ്ടയിൽ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം കിട്ടും. നമുക്ക് ആ കിട്ടിയേക്കാൻ 2 കൂരി, ഒരു ഇലച്ചിൽ. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ശരി, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് ഗൈസ്. ഓക്കെ, ബൈ. ഗൈസ് ഒന്നുകൂടി പറ, ഗൈസ് ഒന്നുകൂടി പറ. ഗൈസ്, നമ്മൾ ചൂണ്ട ഇട്ടിട്ടില്ലേ? എടി ഇരുട്ടടാ, അവിടെ നിങ്ങളുടെ തന്നെ അതാ പറഞ്ഞ ഇച്ചിരി ഇത് കൂട്ടിക്ക്. എന്ത് കൂട്ടാൻ? ഭാഗ്യം മീൻ കിട്ടാൻ. ഇല്ലായിരുന്നു നീയൊക്കെ അതും കൊണ്ട് പോയത്.